കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയ്ക്ക് ശേഷം അതിന് തുടർമാനമായിട്ട് മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവശക്തനായ ദൈവം തന്ന നല്ല അവസരങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിശുദ്ധ പുരുഷന്മാരുടെ 5 ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധരായിരിക്കുന്ന സ്ത്രീകളുടെ സാമർഥ്യത്തെക്കുറിച്ചും അവരുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വിമർശന ബുദ്ധിയോടുകൂടെ കാണാതെ ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് ധ്യാനിക്കാനും പഠിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആശിക്കുകയാണ്. മാത്രമല്ല, നമ്മളിവിടെ എത്ര മണിക്കൂർ ജീവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ എത്ര നാള് ഈ ലോകത്ത് പാടിയും പ്രാർത്ഥിച്ചും പോകുമെന്ന് അറിയില്ല. നമ്മുടെ മരണം ഏതു സമയത്തും സംഭവിക്കാം, ഏത് സെക്കൻഡ് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഞാനിവിടെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ വെച്ച് എൻ്റായി തീരുമെന്ന് ആർക്കറിയാം? ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ മരണമല്ല നമ്മുടെ വിഷയം. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിലേക്ക് നാം കടക്കണമെങ്കിൽ ദൈവവചന പ്രകാരമുള്ള വിശുദ്ധീകരണത്തിലേക്ക് നാം കടന്നു വരണം. അതിൻ്റെ ഒരു ഭാഗമാണ് ദൈവം ഈ ഭൂമിയിലാക്കിയ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ ശുദ്ധമായ ജീവിതവും ശുദ്ധമായ നടപ്പും വചനപ്രകാരമുള്ള അവരുടെ നടപ്പും അനുസരിച്ച് കർത്താവ് നമ്മളെ നിത്യതയിലേക്ക് ചേർക്കപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നല്ല, പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, എത്ര ദിവസം ഉപവസിച്ചു എന്നതിലല്ല, ഒത്തിരി വചനങ്ങൾ വായിക്കുന്നു എന്നതിലല്ല. ആ വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളെ നിത്യതയിലേക്ക് എത്രമാത്രം ഒരുക്കുന്നു എന്നതാണ് നാം ചെയ്യുന്ന ആത്മീയമായ കാര്യങ്ങളുടെ വിടുതൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ സന്ദേശം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് ഒരു പടിയും കൂടെ മാറ്റുകൂട്ടുവാൻ ഇടയാകും എന്ന പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തോടും കൂടെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഈ ഒരു ചെറിയ സന്ദേശം ദൈവജനത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുകയാണ്. നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. സ്ത്രീകൾ ബലഹീന പാത്രങ്ങളാണ്, നമുക്കറിയാം. പക്ഷേ ബലഹീന പാത്രങ്ങൾക്കും അതതിൻ്റെതായുടെ നിയമങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ലോകത്ത് ഏത് തരത്തിലുള്ള പാത്രങ്ങൾ എടുത്താലും ഇല്ല, ഏത് ഉപകരണം എടുത്താലും ആ ഉപകരണം നിർമ്മിച്ചതിൽ ഒരു നിയമമുണ്ട്. അതിൻ്റെ ഉപയോഗത്തിന് ഒരു നിയന്ത്രണങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബലഹീനരാണ് സ്ത്രീകൾ, പക്ഷേ ദൈവം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ മാറിയിട്ട് അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അവസ്ഥ മാറില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിയുമെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്ന അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന ഒന്നാമത്തെ സ്ത്രീകളോടുള്ള ദൈവം സംസാരിക്കുന്നത് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ വിവാഹ വേദികളിലും നമ്മുടെ ദൈവദാസന്മാരുടെ മുഖ്യ പ്രഭാഷണങ്ങളിലും ഒക്കെ നമ്മൾ ഇത് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അതിൽ നിന്നൊരു വ്യത്യസ്തമായ തലത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. ദൈവഹിതപ്രകാരം അങ്ങനെ തന്നെ പോകട്ടെ. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ എഫെസ്യ ലേഖനത്തിൽ മാത്രമല്ല, പല ഭാഗങ്ങളിലും കീഴടങ്ങണം, കീഴ്പ്പെടണം എന്ന വാക്ക് സ്ത്രീകളോട് വ്യക്തമായി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കണം. ഹല്ലേലൂയ. കീഴടങ്ങുക എന്നതിൻ്റെ അർത്ഥം കീഴ്പ്പെട്ടിരിക്കുക, താണിരിക്കുക എന്ന് വെച്ചാൽ തലയാകുന്ന പുരുഷന്റെ കീഴിൽ ഉടലിരിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് പുരുഷൻ സ്ത്രീയുടെ തലയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ തലയുടെ കീഴിലാണ് ആര് വരേണ്ടത്? ഉടല് വരേണ്ടത്. എന്നതിൻ്റെ അർത്ഥം പുരുഷന്റെ കീഴിലാണ് സ്ത്രീ ഇരിക്കേണ്ടതെന്നാണ് ദൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത്.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ തല ഇരിക്കുന്നിടത്ത് ഉടൽ വന്നാൽ ഉണ്ടാകുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട് നോക്കണം, എന്തൊരു അസ്വസ്ഥതയെന്ന് നോക്കണം, എന്തൊരു ഭംഗിയുടെ നോക്കണം. ഇല്ല, ദൈവത്തിന് ഓരോ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയെ തെറ്റി ദൈവം ഒന്നും ചെയ്യുകയില്ല. ദൈവം ഇവിടെ പറയുന്നത് സ്ത്രീകൾ എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കും. ആന്റിമാരെ, എൻ്റെ ദൈവദാസിദാസന്മാരെ, കുഞ്ഞെ, ഈ ഒരു ചെറിയ സന്ദേശമാണ്, പക്ഷേ ജീവിതം മൊത്തം മാറ്റിമറിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയുടെ ഓരോ പടികളിലേക്ക് നമുക്ക് കയറി ചെല്ലുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കാരണമായി തീരും. കാരണം ഇത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യമുള്ളതാണ്, ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം നമ്മളോട്, അല്ലെങ്കിൽ സ്ത്രീ പാത്രങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീ ജനത്തോട് പറയുന്ന ഒരു സന്ദേശമാണ്. നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. ആർക്ക് കീഴ്പ്പെടണം? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. നോക്കുക, ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണമേ. എഫേസ്യ ലേഖനം 5-22 വാക്യം. ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നു. അവിടെ ഒരു വേട് നിങ്ങൾ കണ്ടോ? ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നതിന് മുമ്പ് ആർക്ക് കീഴ്പ്പെടണം? കർത്താവിനെന്ന പോലെ. അപ്പോൾ കർത്താവിന് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നവർക്ക് മാത്രമേ ഒരു വിശുദ്ധ സ്ത്രീക്ക് ഒരു അല്ലെങ്കിൽ വീട്ടിലെ ഭർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവവചനത്തിൽ നമ്മൾ ആദ്യം കീഴ്പ്പെടണം. ആ സ്ത്രീക്ക് മാത്രമേ തൻ്റെ തലയായ ഭർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആദ്യം കീഴ്പ്പെടേണ്ടത് എവിടെയാണ്? എവിടെയാണ് കീഴ്പ്പെടേണ്ടത്? ദൈവവചനത്തിന് കീഴ്പ്പെടാം. ദൈവവചനത്തിന് നമ്മൾ കീഴ്പ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ദിനം തോറും ചെയ്യുന്ന കാര്യങ്ങളെ പോലെ നമ്മൾ ആരും പറയേണ്ട, ആരും ഉപദേശിക്കേണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളെ ഭർത്താവിന്റെ മുമ്പിൽ നമ്മൾ കീഴ്പ്പെടാൻ തുടങ്ങും. എന്ന് വെച്ചാൽ താണിരിക്കുകയല്ല, അതിന്റെ പുറത്തു കയറി ഭർത്താവ് ചവിട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. സ്നേഹത്തിലും സഹകരണത്തിലും സഹിഷ്ണുതയിലും ക്ഷമയിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയത്തിലും ഭർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കണം. അത് ആ കുടുംബ ജീവിതത്തിന്റെ ഭംഗിയായി വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലായല്ലോ അവിടെ എങ്ങനെ കീഴ്പ്പെടണം? കർത്താവിനെന്ന പോലെ. ആ വാക്ക് ശ്രദ്ധിക്കണം. കർത്താവ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന് നിങ്ങൾ കീഴ്പ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെടും. ഇന്ന് സഭകളിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ദൈവവചനം ജനത്തിന് പറഞ്ഞു കൊടുക്കുവാൻ ആളില്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, 3 നേരത്തെ അന്നമില്ല, അവർക്ക് കയറിക്കിടക്കാൻ നല്ല വീടില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, അവർക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും ദൈവവചനം അവരുടെ ഉള്ളിൽ കൊടുക്കാൻ തുടങ്ങി. ദൈവവചനം അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഭാര്യമാർ കീഴ്പ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കീഴ്പ്പെടുകപ്പെട്ടപ്പോൾ എന്ത് ചെയ്യുന്നു? ഭർത്താക്കന്മാർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവവചനത്തിന് ഒരു വ്യക്തി കീഴ്പ്പെടുമ്പോഴാണ് ഇത് നടക്കുന്നത്. നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടാത്ത കാലം നമ്മുടെ സ്വന്തം ഭർത്താവിന് മുമ്പിൽ കീഴ്പ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ കീഴ്പ്പെടാതെ വരുമ്പോഴാണ് നമ്മുടെ സഹോദരന്മാർ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് കേസുകൾ വരുന്നത്, ഡൈവേഴ്സ് വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്, പോലീസ് കേസ് വരുന്നത്, കുടുംബ കോടതികൾ വരുന്നത്, പിന്മാറ്റങ്ങൾ വരുന്നത്, ആത്മീയത്തിൽ നിന്ന് അകൽച്ച വരുന്നത്, ദൈവം എന്ന വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നത്, കൃപ വിട്ട് നാം കടന്നു പോകുന്നത്, ഉണർവിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നത് എവിടെ തുടങ്ങിയതാ? കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ. അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, കീഴ്പ്പെടുത്താൻ പോകരുത്. കീഴ്പ്പെടുത്തിയാൽ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും.
എന്നാൽ ദൈവവചനം അനുസരിക്കുന്ന ഒരു സഹോദരി എന്ത് ചെയ്യും? ഭർത്താവിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ തുടങ്ങും. അത് ഏറ്റവും മനോഹരമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനം എടുക്കണം. 3-ാമത്തെ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാം വണ്ണം കീഴടങ്ങുവിൻ. കേട്ടോ, കർത്താവിന് ഉചിതമാം വണ്ണം എന്ത് ചെയ്യണം? നമ്മൾ കീഴ്പ്പെടണം. കർത്താവ് എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാം. സ്തോത്രം. അവിടെ കീഴ്പ്പെടുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കിട്ടുന്നത് വരമാണ്? വചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. വചനം ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മുടെ അസ്ഥിക്കകത്ത് വചനം കയറുമ്പോൾ, ഹല്ലേലൂയ. ഇന്ന് വചനം എല്ലാവരും ബുദ്ധിയിൽ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എവിടെ കൊണ്ടുവരത്തില്ല? ഹൃദയത്തിനകത്തില്ല. ഹൃദയത്തിനകത്ത് വചനം കയറാത്തത് കൊണ്ട് അതനുസരിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിയുടെ വചനങ്ങളായി തീരുന്നു. ഇല്ല, ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. കീഴ്പ്പെടാതെ നിങ്ങളെത്ര അന്യഭാഷ പറഞ്ഞാലും, നിങ്ങളെത്ര ശുശ്രൂഷയ്ക്ക് ഓടിയാലും, നിങ്ങളെത്ര ദൈവമേ എന്ന് വിളിച്ചാലും, നിങ്ങളെത്ര ദിവസം കണ്ണുനീർ വാർത്താലും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവീക വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയും. കാരണം റോമാലേഖനം ഇങ്ങനെ പറയുന്നു: ദൈവമാണ് സകല നിയമങ്ങളും വെച്ചിരിക്കുന്നത്. നിയമത്തോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ നിയമം വെച്ചിരിക്കുന്ന ആരാ? ദൈവമാണ്. ദൈവമാണ്. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണമെന്നുള്ള നിയമം വെച്ചത് ദൈവമാണ്. ആ ദൈവത്തിന്റെ നിയമത്തെ ഞാൻ തിരസ്കരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ തിരസ്കരിക്കുക. ആ ദൈവത്തെ തിരസ്കരിക്കുന്നവൻ വീണ്ടും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ആന്റിമാരെ, എൻ്റെ ദൈവദാസ്യമാരെ, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം ഒരു കൊച്ചു ജീവിതമാണ്. അത് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം കടന്നു പോകണം. വിഷയങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമുക്കൊന്ന് വരണം. നമുക്ക് രക്ഷപ്പെടാം. കണ്ണുനീര് മാത്രമേ ജീവിതത്തിലുള്ളൂ. എന്നും പരാതി മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് അന്വേഷിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് നോക്കുന്നില്ല, എൻ്റെ ഭർത്താവ് ആരാധനയ്ക്ക് വരുന്നില്ല, എൻ്റെ ഭർത്താവ് നല്ലതല്ല, എൻ്റെ ഭർത്താവ് ജീവിതം ശരിയല്ല, എൻ്റെ ഭർത്താവ് പരസ്ത്രീകളുമായുള്ള ബന്ധമുണ്ട്, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്. നിങ്ങൾ എത്ര ദൈവദാസന്മാരോട് ഇങ്ങനെ പറഞ്ഞു? എത്ര മണിക്കൂറുകൾ ഫോൺ ചെയ്ത് ആ നിങ്ങൾക്ക് തന്ന തുണയെ എത്ര മണിക്കൂർ കൊണ്ട് നിന്ദിക്കുന്നു? നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു സെക്കൻഡെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞത് മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ദൈവദാസന്മാർ തമ്മിൽ കരം പിടിച്ച് നിങ്ങളെ ഉറപ്പിച്ചെങ്കിലും നിങ്ങളെ ഒട്ടിച്ച് ചേർത്തത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭർത്താവിന്റെ നടുവിൽ നിൽക്കുമ്പോൾ വേറൊരാളിനെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എന്തെല്ലാം പരാതി പറയുന്നു. അദ്ദേഹത്തിന്റെ വീഴ്ചകളെ ഒത്തിരി ഒരു ചിത്രം പോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആ മനുഷ്യന്റെ മുമ്പിൽ ഒന്ന് കീഴ്പ്പെടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ആ കീഴ്പ്പെടലിന്റെ അനുഭവം, കീഴടങ്ങാനുള്ളൊരു അനുഭവം ലഭിക്കുന്നത് ദൈവവചനത്തിന് കീഴ്പ്പെടുമ്പോൾ മാത്രമേ. ഇന്ന് കൃപാവരങ്ങൾ കൊടുക്കാൻ ഒത്തിരി പേർ കാത്തിരിക്കാം. എവിടെ ചെന്നാലും കൃപാവരം മാത്രമേ ഉള്ളൂ, അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. വേണ്ടൊന്നുമല്ല. നമുക്ക് അത്ഭുതം വേണം, കൃപാവരങ്ങൾ വേണം, രോഗശാന്തി വേണം, ഭൂതശാന്തി വേണം. ഇതെല്ലാം ശുശ്രൂഷകളും കൃപയാൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വചനത്തിന് കീഴ്പ്പെടാൻ തുടങ്ങുമ്പോൾ, എന്ന് വെച്ചാൽ വചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിഷയങ്ങളും നമ്മൾ കീഴ്പ്പെടാൻ തുടങ്ങും. ആ കീഴ്പ്പെടുമ്പോൾ ദൈവത്തിന്റെ നിയമത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ നിയമത്തെ സ്നേഹിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് തിരുവചനം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആന്റി, പ്രിയ അമ്മാമേ, പ്രിയ കുഞ്ഞേ, ഒരു നിമിഷം ജീവിതം ഇന്ന് കയ്പായി പോകുന്നെങ്കിൽ ഈ ഒരു ഉപദേശം, ഈ ഒരു വചനം ഒന്ന് കീഴ്പ്പെട്ട് കൊടുക്കുക.
ഇന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് വരുമ്പോൾ, അടുത്ത ദിവസം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ കാണാൻ വരുമ്പോൾ, നിങ്ങൾ ഒന്ന് സോറി പറഞ്ഞ് ഒന്ന് കീഴ്പ്പെട്ട് കൊടുക്കുക. ബാക്കി ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാകിയാൽ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിന്റെ മേൽ, ആ കുടുംബത്തിന്റെ മേൽ, ആ വേദനിക്കുന്ന ജീവിതത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഒരു സമൂലമായ ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കീഴ്പ്പെടണം. രണ്ടാമത്തെ വാക്ക് നോക്കണം, എങ്ങനെ കീഴ്പ്പെടണം, ഏതുപോലെ കീഴ്പ്പെടണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരിത്തികളെ ഭർത്തൃപ്രിയരും. കണ്ടോ? അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നവരായി എന്ത് ചെയ്യണം? അമ്മമാര് വളർത്തണം. അത് മാത്രമല്ല, നമ്മളത് പരിശീലിച്ചിരിക്കണം. ഭർത്താവിനെ പ്രിയമുള്ളവരായി തീരണം. ഭർത്തൃപ്രിയ എന്ന് വെച്ചാൽ ദൈവം നിങ്ങളുടെ തന്ന തുണയോടൊരു പ്രിയമുണ്ടാകണം. പ്രിയമില്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാണ്. കാരണം ദൈവമാണ് കൂട്ടി യോജിപ്പിച്ചത്. ഇവിടത്തെ രജിസ്റ്റർ ഓഫീസിൽ 2 ഒപ്പിട്ടത് കൊണ്ടല്ല, ചർച്ചിലെ രജിസ്ട്രേഷനിൽ 2 ഒപ്പിട്ടത് കൊണ്ടല്ല നമ്മൾ കുടുംബ ബന്ധമായത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധ ജനവും സാക്ഷി നിർത്തി നമ്മളെ ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ലെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ചേർത്ത് കെട്ടിയതാ. അതിനെ നമ്മൾ എന്തിനും പ്രിയരാകണം. ഭർത്താവിനോട് പ്രിയമുള്ളവരായി തീരണം. ഭർത്താവിന് കഴിവുകേടൊക്കെ ഒത്തിരി കാണും. ഭർത്താവിന് അറിവ് കുറവ് കാണുമായിരിക്കും. നേരെ ഇംഗ്ലീഷും മലയാളം ഒന്നും എഴുതാനൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷേ യോജിപ്പിച്ചത് മനുഷ്യനല്ല, ദൈവമാണ്. നിനക്ക് ഞാൻ തക്ക തുണ തരുമെന്നാണ് വേദപുസ്തകം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന തുണ തക്ക തുണയാണ്. ആ തുണ എന്തിനും പ്രിയപ്പെടണം, ഇഷ്ടപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ ഈ കൊച്ചു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ വാത്സല്യ ആന്റിമാരോട്, അമ്മാമ്മമാരോട്, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം തന്ന നിങ്ങളുടെ തുണയെ നിങ്ങൾക്ക് പ്രിയപ്പെടാൻ കഴിയുന്നുണ്ടോ? ഹൃദയംഗമായി ഒന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഇല്ല എങ്കിൽ ഇന്ന് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു നോക്കി നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡ് മുതൽ ഒരു മറുപടി അയക്കാൻ പോവുകയാണ്. സാധാരണ ഭർത്താവ് വരുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, തമാശകൾ പറയുമ്പോഴും ഹൃദയത്തിനകത്ത് പ്രിയനോടുള്ള പ്രിയം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് തെറ്റാണ് നിങ്ങൾ മടങ്ങി വരാൻ. ജീവിത വിശുദ്ധി. പുരുഷൻ വീട്ടിൽ കാണത്തില്ല, ഞാൻ പറഞ്ഞതുപോലെ കഴിവ് കാണത്തില്ല, പ്രാപ്തി കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ല, കൊണ്ട് നടക്കാനൊന്നും വലിയ ഇതില്ല. പക്ഷെ ദൈവം യോജിപ്പിച്ചതെന്ന സാധനമാണ്. ആ സാധനം വീട്ടിലുള്ളപ്പോൾ ഹൃദയം കൊണ്ട് പോലും നിങ്ങൾ അകന്നു പോയാൽ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ പാതിവൃത്തി നഷ്ടപ്പെടുകയാണ്. ക്രൈസ്തലോ കണ്ടോ, നിയമം കിടക്കുന്ന കാര്യം. ഇത് നിസ്സാരമായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഇത് ചുമ്മാ എന്ന് പറയുന്ന ദൈവമക്കളുണ്ട്. ഇല്ല പ്രിയമുള്ളവരെ, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ കൂട്ടത്തിൽ നിങ്ങൾ കയറണമെങ്കിൽ ഒരു നിയമമുണ്ടെന്നേ. ഇവിടെ നിന്ന് UK പോകണമെങ്കിൽ വെറുതെ ചെന്ന് കയറിയേ പറ്റൂല. അവിടത്തെ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാസ്സായാൽ മാത്രമേ ഇന്ത്യക്കകത്തുനിന്നും ഒരുവൻ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഭൂമിയിൽ അങ്ങനെയാണെങ്കിൽ മരണശേഷം ഒരുത്തൻ നിത്യതയിലേക്ക് കാഹളശബ്ദം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പോകണമെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നിയമമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ഇനി അടുത്ത് വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം. വീട്ടുകാര്യം, ഭർത്താവിന്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, വീട്ടിന്റെ കാര്യം നോക്കണം. സ്തോത്രം. വെള്ളം ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ്? വിശുദ്ധ ദൈവ സ്ത്രീകളാണ്. വിശുദ്ധ സ്ത്രീകളുടെ പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്. അവരുടെ പ്രത്യേകത വീട്ടുകാര്യം നോക്കണം. ചിലരൊക്കെ ഉപവാസ പ്രാർത്ഥന 21-40 നടക്കുക. വീട്ടിൽ ഭർത്താവിന്, രക്ഷിക്കപ്പെടാത്ത ഭർത്താവിന് ആഹാരം വെക്കില്ല, മക്കൾക്ക് ആഹാരം വെക്കില്ല, വീട് വൃത്തിയാക്കത്തില്ല, ചൂല് പിടിച്ചിട്ട് വർഷങ്ങളായി, വീട് കഴുകിട്ട് വർഷങ്ങളായി.
എന്തിനു പറയുന്നു പറയുള്ളൂ, പാത്രങ്ങൾ പോലും കഴുകാതെ വീട്ടിനകത്ത് ഇട്ടിട്ട് പ്രാർത്ഥനയ്ക്കേ പോണെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കത്തില്ലെന്നേ. നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് ദൈവത്തിന്റെ വചനം. നമ്മുടെ വിശുദ്ധിയിൽ ജീവിച്ച ഒരു പറ്റം സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ സ്വഭാവങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വീട്ടിലെ ഏത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ നമ്മൾ നോക്കുവാൻ പ്രാപ്തരായി വിശുദ്ധ സ്ത്രീകൾ തീരണം. ഹല്ലേലൂയ. പലർക്കും ആഹാരം വെക്കാൻ പോലും അറിയത്തില്ല. പലർക്കും മുറ്റമടിക്കാൻ പോലും അറിയത്തില്ല. പലർക്കും ഇതെല്ലാം വീട്ടിൽ നിന്ന് ജോലിക്കാരെ വരുത്തി ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവം തരുന്ന സമ്പത്തല്ലേ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശുദ്ധ വേദ പുസ്തകം പറയുന്നു, വിശുദ്ധ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് വീട്ടുകാര്യങ്ങളെല്ലാം അവർ ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിക്കേണ്ടതിന്. അപ്പോൾ ഞാനിത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശീലിപ്പിക്കണം. പക്ഷെ ആ ശീലിപ്പിക്കണമെങ്കിൽ അത് എന്നിലുണ്ടേ. എന്നിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയായിരുന്നു വിശുദ്ധന്മാരായ വിശുദ്ധ സ്ത്രീകൾ അവരെ തന്നെ അലങ്കരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളോട് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, ഇതൊക്കെയാണ് നമ്മുടെ സ്ത്രീജനത്തിനിടയിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. എന്നാൽ കാലത്തിന്റെ മാറ്റങ്ങൾ വന്നപ്പോൾ ആത്മീയ സ്ത്രീകൾ ജഡീക സ്ത്രീകളായി മാറി. അവർ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇപ്പോൾ പുറംചട്ട മാത്രമാണ് ആത്മീയതയായി തീർന്നു. അത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? കുടുംബ ജീവിതത്തിനകത്ത് ആട്ടം സംഭവിച്ചു. ഏതേൻ തോട്ടത്തിനകത്ത് പിശാച് കയറിയതുപോലെ ഭവനങ്ങൾക്കകത്ത് പിശാച് കയറാൻ തുടങ്ങി. പിശാച് കയറിയിട്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ അകലാൻ തുടങ്ങി. കുടുംബ ബന്ധങ്ങൾ രണ്ടായി തീരാൻ തുടങ്ങി. ഡൈവേഴ്സുകളിലേക്ക് പോകാൻ തുടങ്ങി. എത്ര കുടുംബങ്ങൾ. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിന് പോകുന്നത് ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങളല്ല, ഏറ്റവും കൂടുതൽ പോകുന്ന ക്രൈസ്തവരാണ്. എന്ന് വെച്ചാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഈ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ചെന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? കീഴ്പ്പെടാൻ മനസ്സില്ല, ഭയപ്പെടാൻ മനസ്സില്ല, ദൈവവചനത്തെ അവർ ദുഷിക്കരുതെന്നൊരു ചിന്ത അവരുടെ ഉള്ളിലില്ല. ഇനി നോക്കണം, പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. പീറ്ററിനും പറയാൻ ഇതേ ഉള്ളൂ. പോളിന് മാത്രമല്ല പറയാനുള്ളത്, പീറ്ററിനും അത് തന്നെ പറയാനുള്ളത്. ആരിൽ നിങ്ങളുടെ ഭർത്താവിന് ഒരു വൈകല്യം ഉണ്ടെന്നിരിക്കട്ടെ, ഇച്ചിരി മദ്യപിക്കും, ഇച്ചിരി പുകവലിക്കും, ഇപ്പോൾ പരസ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ട്, പുള്ളി ശരിയൊന്നും അല്ല എന്നിരിക്കട്ടെ. പോൾ ഇവിടെ പീറ്റർ പറയുക, എന്നാൽ പോലും അവര് കീഴ്പ്പെടണമെന്നാണ് പീറ്റർ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ നോക്കണം, നമ്മൾ എന്തെല്ലാം കുറ്റം പറയുന്നല്ലേ. എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവളുടെ കൂടെയാണ് ജീവിക്കുന്നത്, അത് ശരിയല്ല, എൻ്റെ പൈസയല്ല അവൾക്കാണ് കൊടുക്കുന്നത്, എപ്പോഴും സിഗരറ്റ് വലിയാണ്, എപ്പോഴും മദ്യപാനിയാണ്, 24 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ, നമ്മൾ 100 പരാതിയാണ്. പക്ഷെ പീറ്റർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. അദ്ദേഹത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. അടുത്ത വാക്യം, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം. നിങ്ങളിപ്പോ ശ്രദ്ധിക്കണമേ, പീറ്റർ പറയുന്ന വാക്ക്, അവർ നിങ്ങൾ പറയുന്ന വചനമോ പ്രാർത്ഥനയോ ആരാധനയോ പ്രവാചകന്മാരെയോ പ്രവചനത്തെയോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, പള്ളി വരുന്നത് ഇഷ്ടമില്ല, പള്ളി പോകുന്നത് തന്നെ കുറ്റമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ഭയത്തോടുകൂടെ. ഇനി ആ മനുഷ്യനോട് ഭയം കാണിക്കുന്നത് എന്തിനാ? ഇനി കീഴ്പ്പെടുന്ന അങ്ങനെയല്ല. ആ മനുഷ്യൻ അങ്ങനെ ആയിരുന്നാലും വ്യവസ്ഥ പറയണം, കീഴ്പ്പെട്ടിരിക്കണം, ഭയപ്പെടുകയും ചെയ്യണം. തീർന്നില്ല. നിങ്ങളുടെ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധി നിൽക്കുന്ന എൻ്റെ ദാസി കുഞ്ഞുങ്ങളെ, അമ്മാമെ കേട്ടുകൊള്ളണം. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും എന്നതിൻ്റെ അർത്ഥം, ഇവിടെ അദ്ദേഹത്തിന് വചനമൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഒരു പ്രവാചകനെ വിളിച്ച് പ്രവചിക്കാനൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ തലയിൽ ആരും കൈവച്ചൊന്നും വെക്കണ്ട.
നിങ്ങളുടെ നല്ല നടപ്പ്. അങ്ങനെയല്ലേ പോള് പറയുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്. ഭർത്താവ് തെറി പറയുന്നവനായിരിക്കാം, മോശമായി നിങ്ങൾക്കെതിരെ പറയുന്നവനായിരിക്കാം, മോശമായ വാക്കുകൾ ഉദ്ധരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു നല്ല നടപ്പുണ്ടോ? എന്താ നല്ല നടപ്പ്? ദൈവവചനത്തിനകത്ത് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിർമ്മല നടപ്പുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വചനം കൂടാതെ, വേറൊരിടത്തും വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല, വചനം കൂടാതെ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ചേരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അവള് എൻ്റെ അമ്മമ്മമാരെ, എൻ്റെ അനിമാരെ, എൻ്റെ ദൈവദാസനെ, എൻ്റെ ദൈവദാസിയെ, നിങ്ങൾ ഒത്തിരി നാളുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി കരയുന്നു, ഒത്തിരി നിലവിളിക്കുന്നു, ഒത്തിരി നേർച്ചകൾ നേരുന്നു, ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നു, ഒത്തിരി ദൈവദാസന്മാർക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നു, ഒത്തിരി പ്രവചനങ്ങൾ നിങ്ങളുടെ തലമേൽ വെച്ചുകൊണ്ട് നടക്കുന്നു. ഓരോ പ്രവചനവും ഡയറിയിൽ കുറിച്ച് വെച്ച് ഇന്ന് നടക്കും, നാളെ നടക്കും എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് വരെ നടന്നിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയുടെ നടുവിൽ ആരോടൊക്കെയോ ഒരു പ്രവചന വെളിപ്പാട് പറയുന്നു. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നേടണമെങ്കിൽ ഒരു പ്രവാചകന്റെ അടുക്കലല്ല പോകേണ്ടത്, ഒരു പാസ്റ്ററുടെ തലയിൽ കരവയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിക്കരുത്, അദ്ദേഹത്തോട് വചനമല്ല പറയേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങളുടെ വചനപ്രകാരമുള്ള നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, കണ്ട് അദ്ദേഹം അറിയും. നിങ്ങളുടെ നല്ല നടപ്പ് അവർ കാണണം. നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ടുള്ള സംസാരം, നിങ്ങളുടെ പണ്ടത്തെ സംസാരമൊക്കെ മാറി വളരെ സോഫ്റ്റായി കീഴ്പ്പെടുന്ന അനുഭവം. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും കീഴ്പ്പെട്ട് നിൽക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സാമ്പത്തികമായി വലിയ ഒരു ലക്ഷറി ലൈഫിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വ്യഭിചാരവും മദ്യപാനവും മാത്രമേ ഉള്ളൂ. നല്ല കോടീശ്വരനായതുകൊണ്ട് പല ഇടങ്ങളിലും പോയി മോശമായ രീതിയിൽ ജീവിച്ച് വീട്ടിലേക്ക് വരും. തൻ്റെ ഭാര്യ തീരെ ഇഷ്ടമില്ല, എന്നും ഉപദ്രവിക്കും. കറിക്ക് ഉപ്പ് കൂടിയാൽ അതിന് ഉപദ്രവം, ഷർട്ട് നനയ്ക്കുന്ന സമയത്ത് അല്പം കറ വന്നു കഴിഞ്ഞാൽ അതിനുപദ്രവം. ഒരു ദിവസം ഇവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടിവയറിൽ ചവിട്ടി തള്ളിയിട്ടു. വായ്ക്കകത്തൂടെ ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുക. ഇവൻ കതക് പൂട്ടിയിട്ട് ഇവൻ പോവുകയാണ്. എന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ഇവളുടെ ഡെഡ് ബോഡിയെ മറവ് ചെയ്യണം എന്നുള്ള ഹൃദയത്തിനകത്ത് ചിന്തിച്ച് പല സ്ത്രീകളുമായുള്ള ബന്ധം പെടുവാൻ വേണ്ടി പോയി. അവൻ തിരിച്ചു വരുമ്പോൾ അവൾ എഴുന്നേറ്റു, അവൾ മുഖമൊക്കെ കഴുകി, അവിടെ കിടന്ന രക്തക്കറയെല്ലാം കഴുകിയിട്ട് മുഴങ്കാൽ മടക്കി തൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്: എൻ്റെ ഭർത്താവിന് ഒരു ദോഷവും വരരുത്, എൻ്റെ ഭർത്താവിനെ സുരക്ഷിതമായി കൊണ്ടുവരണം, എൻ്റെ ഭർത്താവ് പാവമാണ്, എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. യേശുപ്പാ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ ആ മനുഷ്യനെ സ്നേഹിക്കണം. ഈ മനുഷ്യൻ കതകിന്റെ ഇടയിൽ കൂടെ ഈ ശബ്ദം കേൾക്കുകയാണ്. അവിടെ വെച്ച് ആ മനുഷ്യന്റെ ഹൃദയം ഉരുകുകയാണ്. സ്തോത്രം. അദ്ദേഹം പതുക്കെ തുറന്നു വന്നു. ഇത് ഇവൾ ഭയന്ന് എഴുന്നേൽക്കുവാൻ തുടങ്ങി. ഓടി അടുത്ത് വന്ന് ചോദിച്ചു: ഞാൻ നിന്നെ ഇത്രയും കാലം കൊണ്ട് ഉപദ്രവിച്ചിട്ടും, ഞാൻ നിന്നെ ഇന്ന് കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ചവിട്ടിയത്. നീ മരിച്ചു കിടക്കുമ്പോൾ തിരിച്ചു വന്നിട്ട് നിന്നെ ഞാൻ എവിടെയെങ്കിലും മറവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചു വന്നത്. പക്ഷേ നിനക്ക് എന്നോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റി? അവൾ ഒരു വാക്ക് പറഞ്ഞു: എന്നെ പഠിപ്പിച്ചത് എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ആ നിമിഷം അവളുടെ കാൽക്കൽ വീണിട്ട് അവൻ ഏങ്ങി കരയാൻ തുടങ്ങി. ഏങ്ങി അവളോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവരുടെ കുടുംബജീവിതത്തിൽ ക്രിസ്തു എന്ന നായകൻ അവരുടെ ഭവനത്തിൽ എത്തുവാനിടയായി. അതേ എൻ്റെ പ്രിയമുള്ളവരെ, വചനം കൂടാതെ നമ്മുടെ നല്ല നടപ്പ് കണ്ട് നമ്മുടെ ഭർത്താക്കന്മാർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമെന്ന സത്യം പീറ്റർ നമ്മളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വചനം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവസന തീരുമാനത്തോട് നിൽക്കുക. ഇനി നോക്കുക, ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും നിങ്ങളുടെ അലങ്കാരം. എന്ന് വെച്ചാൽ ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കുറെ അലങ്കാരങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വിശുദ്ധ ജനം, ലോകജാതികളെന്നും അല്ല ഞാൻ പറയുന്നത്, കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സഭാ കൂട്ടത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്.
ഞാൻ പുറത്തുള്ളവരെ ആരെയും വിമർശിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുക, അത് അവർക്കുള്ളതാ, അവർ ചെയ്തോട്ടെ. പക്ഷെ വിശുദ്ധ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച് രക്ഷാ നിർണയം പ്രാപിച്ച് ആത്മാവിനെ ആരാധിച്ച് വിശുദ്ധിക്ക് വേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ദൂത് കൈമാറുന്നത്. ഹല്ലേലൂയ. ചില ഭർത്താക്കന്മാര് കാണാൻ വേണ്ടി, ഇഷ്ടപ്പെടാൻ വേണ്ടി എന്തെല്ലാം മേക്കപ്പാണ് ചെയ്യുന്നത്. ദൈവം തന്ന ഈ ശരീരത്തിനകത്ത് എന്തെല്ലാം ഡിസൈനാണ് ചെയ്യുന്നത്. കൺപുരികം എടുക്കുന്നു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് നോക്കുന്നു, മുഖത്തിന് ചായങ്ങൾ തേച്ച് നോക്കുന്നു. ഇല്ലില്ല പ്രിയമുള്ളവരെ, ഇതൊന്നും വിശുദ്ധ മക്കൾക്ക് എടുക്കാൻ പാടില്ല. കൺപുരികം ദൈവമക്കൾക്ക് എടുക്കാൻ പാടില്ല. അത് ജാതികൾക്കുള്ളതാണ്, ദൈവമക്കൾക്കുള്ളതല്ല. അതല്ലേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, സിയോൻ പുത്രി തത്തി തത്തി നടക്കുന്നു. നിങ്ങൾ പറയും പഴയ നിയമത്തിലാണെന്ന് കേട്ടോ. ചിലര് പുള്ളികൾ പറയും അത് പഴയ നിയമത്തിൽ കിടക്കുന്ന കാര്യം. ഇല്ല, പഴയ നിയമം പുതിയ നിയമം ദൈവസഭയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ മാറ്റി. ഇതൊന്നും കൊണ്ട് രക്ഷിക്കപ്പെടാത്ത ഒരാള് രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതാണ്. ചിലർ നോക്കണം, ഹല്ലേലൂയ, പുറമേ ഇവിടെ അവരുടെ നിങ്ങളുടെ ഇടയിൽ അലങ്കാരം, തലമുടി പിന്നുന്നു. ചിലർ തലമുടി പിന്നി നടക്കുന്നു. പിന്നെ ഇനി ചിലർ പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമേയുള്ളതല്ല. ശ്രദ്ധിക്കണമേ, അവിടെ എത്ര വ്യക്തമായി പോൾ പറയുന്നു, നിങ്ങൾ ഈ പുറമേ കാണിക്കുന്ന പ്രഹസനങ്ങളൊന്നും കൊണ്ട് നിങ്ങളുടെ പുരുഷൻ രക്ഷിക്കപ്പെടാത്തവൻ ദൈവസന്നിധിയിൽ വരത്തില്ല. സ്തോത്രം. പിന്നെ സൗമ്യതയും സാവധാനമുള്ള മനസ്സ്, കണ്ടോ, എന്ന അക്ഷയാഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? സൗമ്യതയുള്ളവരായിരിക്കണം. സ്ത്രീകൾ എങ്ങനെയുള്ളവരായിരിക്കണം? സൗമ്യതയുള്ളവരായിരിക്കണം. ഭർത്താക്കന്മാരുടെ മുമ്പിൽ എങ്ങനെയുള്ളത്? സൗമ്യതയുള്ളവരായിരിക്കണം. യേശു ഗിരിക്ക് പ്രഭാഷണം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അവകാശമാക്കണമോ? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ സ്വർഗീയ സന്തോഷം അവകാശമാക്കണമോ? നിങ്ങളുടെ ജീവിതത്തിൽ സൗമ്യതയുടെ ഒരു ആത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ, ഹല്ലേലൂയ, സൗമ്യതയും സാവധാനമുള്ള മനസ്സ്. ഭർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ രണ്ട് വാക്ക് പറയുന്ന മനസ്സല്ല, സാവധാനം. സൗമ്യതയുടെ സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ തന്നെ ആയിരിക്കണം. ഇത് ദൈവസന്നിധിയിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് ഇങ്ങനെ. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് ഭർത്താക്കന്മാരെ എടാ, പോടാ, വാടാ എന്നൊക്കെ വിളിക്കാറില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ശ്രദ്ധിച്ച് നോക്കി. നിങ്ങളുടെ ഭർത്താവിനെ പേര് പറഞ്ഞു വിളിക്കരുത് കേട്ടോ. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ല. അബ്രഹാമിനെ സാറ് വിളിച്ചതെന്താ? യജമാനനെ. കണ്ടോ, അത്രമാത്രം ഭയത്തോടുകൂടിയാണ്, റെസ്പെക്റ്റിലാണ് അബ്രഹാമിനെ സാറ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താവിനെ പേര് പറഞ്ഞൊന്നും വിളിക്കരുത്. ഭർത്താവിനെ എടാമെന്നും പോടാമെന്നും വിളിക്കരുത്. അതൊന്നും ദൈവസന്നിധി ശ്രേഷ്ഠമുള്ളതല്ല. ചിലർക്ക് ദേഷ്യം വരുമ്പോൾ എന്തെല്ലാം വിളിക്കും. വേണമെങ്കിൽ പച്ചത്തെറി വിളിക്കും. ഞായറാഴ്ച പള്ളിയിൽ ചെന്നിട്ട് അന്യഭാഷ പറഞ്ഞിട്ട് വന്ന നാവ് കൊണ്ടാണ് വീട്ടിനകത്ത് വന്ന് ഭർത്താവ് എന്തെങ്കിലും അവലക്ഷണിതമായ കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ നാവിൽ അന്യായ ഭാഷകൾ പൊങ്ങി വരാറില്ലേ? ഇന്ന് ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഇത് വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. കേട്ടോ, ഇങ്ങനെയാണ് കീഴടങ്ങിയിരുന്നത്. ഹല്ലേലൂയ. ഈ സന്ദേശം ഞാനിവിടെ നിർത്തിക്കോട്ടെ. ഈ സന്ദേശത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇവിടെ വെച്ചൊരു തീരുമാനമെടുക്കണം. ഒത്തിരി വേദനിക്കുന്ന അമ്മമാരെൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി ആൻറ്റിമാരുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി സിസ്റ്റേഴ്സ് എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. ആൻറ്റി, അമ്മാമേ, പ്ലീസ് ഒരു നിമിഷം നിങ്ങളെ പണിയാൻ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ചെറിയ സന്ദേശമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു സെക്കൻഡിൽ നിങ്ങൾക്കൊന്ന് കീഴ്പ്പെടാൻ, നിങ്ങളുടെ ഭർത്താവിനെ ഭയപ്പെടാൻ, നിങ്ങളുടെ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ അബ്രഹാമിനെ ഒരു കഴിവുമില്ല.
100-ാമത്തെ വയസ്സിലേക്ക് പോവുക. അവൻ എന്താ കഴിവിരിക്കുന്നത്? ഇനിയൊരു കുഞ്ഞു പോലുമില്ല, വൃദ്ധനാ. പക്ഷേ പുള്ളി അപ്പോഴും വിളിക്കുക യജമാനനെ. ഹല്ലേലൂയ. അവന്റെ സൗന്ദര്യവും കഴിവും നോക്കിയിട്ടല്ല, അവന്റെ ബലവും ആരോഗ്യം നോക്കിയിട്ടല്ല അങ്ങനെ വിളിക്കുന്നത്. ദൈവത്തിന്റെ വ്യവസ്ഥയെ സാറായിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ആകയാൽ ഇവിടെ ഇരുന്നൊരു പുതിയ തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ഭാഗത്ത് ഒത്തിരി തെറ്റുകളുണ്ട്. എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എൻ്റെ കുടുംബജീവിതം ഡൈവേഴ്സിന്റെ അറ്റത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് ക്ഷമ ചോദിക്കണം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റായിരിക്കാം, അദ്ദേഹത്തിന്റെ കുറവായിരിക്കാം, അദ്ദേഹത്തിന്റെ പാപമായിരിക്കാം. ഓട്ടെ, നിങ്ങളൊന്ന് ക്ഷമ ചോദിക്കുക. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളൊരു ശരീരമാണ്, ഒരു മനസ്സായിരിക്കണം, ഒരു അഭിപ്രായമായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ ശത്രു കയറരുത്. സ്തോത്രം. ഒരു കിടക്കയായിരിക്കണം, ഒരു സന്തോഷമായിരിക്കണം, ഒരു മനസ്സായിരിക്കണം. അത് നഷ്ടപ്പെടുവാനുള്ള കാര്യം ദൈവദാസി നിങ്ങളാണെങ്കിൽ ഒരു നിമിഷം ദൈവത്തോട് ഏറ്റു പറയാൻ, എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് എൻ്റെ കുടുംബജീവിതം ഇതാ തകർന്നുകൊണ്ടിരിക്കുന്നത്. പരസ്ത്രീകൾ എൻ്റെ ഭർത്താവിനോട് അടുക്കാനുള്ള കാര്യം, എനിക്ക് അദ്ദേഹത്തോട് കീഴ്പ്പെടാനോ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല, എനിക്ക് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് നിമിത്തം പരസ്ത്രീകൾ എൻ്റെ ഭവനത്തിനകത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. രഹസ്യ ജീവിതത്തിൽ കൂടെ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. വിട്ടുകൊടുക്കില്ല. ദൈവം എനിക്ക് തന്ന തുണയാണ് ഞാൻ ഇവിടെ വെച്ച് സമർപ്പിക്കുന്നു. ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ആരോഗ്യ ജീവിതത്തിന്റെ നടുവിൽ ഇനി മതി, കുടുംബജീവിതം മതി, ഇനി ദേഹത്തെ എനിക്ക് വേണ്ട എന്ന് ഹൃദയം കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്ന ആരൊക്കെയോ ദൈവാത്മാവിൽ ഞാൻ ഇന്ന് കാണുകയാണ്. നിങ്ങൾ പ്ലീസ് ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ മടങ്ങി വരണം. കുടുംബം ദൈവമാണ് ഒന്നിപ്പിച്ചത്. നിങ്ങളുടെ ജീവിതം കോടതി മുറിക്കകത്ത് ഒതുങ്ങരുത്, പോലീസ് സ്റ്റേഷനിൽ ഒതുങ്ങിക്കളയരുത്. നിങ്ങളുടെ നല്ല ജീവിതം, നല്ല സന്തോഷമുള്ള കുടുംബ ബന്ധം ഒരിക്കൽ കൂടി ഉണർത്താൻ പരിശുദ്ധാത്മാവ് ഇന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിനകത്തെ കഠിനതയോടുകൂടെ ഭർത്താവിന് എനിക്ക് വേണ്ട, ഈ മനുഷ്യൻ എനിക്ക് മോശമായി ജീവിക്കുന്നു, എനിക്ക് വേണ്ട, എനിക്ക് ഈ മനുഷ്യൻ തിന്മയായി പ്രവർത്തിച്ചു, എന്നെ കുറിച്ച് അപവാദം പറയുന്നു, എനിക്ക് ഈ മനുഷ്യൻ വേണ്ട എന്ന് പറഞ്ഞ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ കഠിനതകൾ വിട്ടുപോകട്ടെ കർത്താവേ. ആരുണ്ടോ എന്തോ പറഞ്ഞു കൊടുത്ത നിമിത്തം സംശയങ്ങൾ, ഭർത്താവിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഹൃദയത്തിനകത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഭർത്താവിന്റെ വഴികെട്ട ജീവിതം കണ്ട് മടിച്ചും മരിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശത്തിന്റെ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ അത് വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇവരുടെ കുടുംബജീവിതങ്ങളെ ഒരുമിപ്പിക്കണമേ, ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരിമാരെ, പ്രിയ ആന്റി, പ്രിയ മാമമാരെ, ഞാൻ നിങ്ങളോട് താഴ്മയായി ഈ തിരുവചനത്തിൽ കൂടെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് തിരുവചനത്തിന്റെ വെളിപ്പാടാണ്. ഈ തിരുവചനത്തിന്റെ വെളിപ്പാടിലേക്ക് ഒന്ന് വരാമോ? ഒരു 3-4 കാര്യമല്ലേ. 1 കീഴ്പ്പെടണം, 2 ഭയപ്പെടണം, ഹല്ലേലൂയ, ഇത്യാദി ചെറിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയം കൊടുത്ത് യേശുവിനോട് പ്രാർത്ഥിക്കുകയും ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിന് മാറ്റം ഉണ്ടാകും. ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തരും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, ദൈവം തന്ന കുടുംബജീവിതം നിസ്സാരമായി പോകരുത്. അത് നിങ്ങളുടെ തലമുറകൾ അനാഥത്വത്തിലേക്ക് പോകും. നാളെ ഓർത്ത് കരയേണ്ടി വരും. ഒരിക്കലും അനുവദിക്കരുത് എന്ന ഈ പ്രത്യാശ വചനത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.